ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ അക്ബർ. വെൽക്കം ടു രുചി ലാബ്. ഒരു പ്രഷർ കുക്കർ വെച്ച് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റുള്ള പെർഫെക്റ്റ് ചിക്കൻ കുറുമേൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. സൂപ്പർ ഈസി റെസിപ്പിയാണ്. തേങ്ങാപ്പാലൊന്നും എടുത്ത് സമയം കളയേണ്ട ആവശ്യമില്ല. എന്നാൽ ടേസ്റ്റിലൊരു കുറവുമില്ല. നെയ്ച്ചോറ്, ചോറ്, അപ്പം എല്ലാത്തിലേക്കും ബെസ്റ്റാണ്. ഒരു തവണ ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലുള്ള ടേസ്റ്റ് റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. റീൽസായിട്ട് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഇടുന്നുണ്ട്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സൂപ്പർ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കുറുമ തയ്യാറാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ പീസസ് ആണ് കുറുമയ്ക്ക് ഏറ്റവും ബെസ്റ്റ്. ചിക്കൻ പരമാവധി ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുക. ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ അല്പം വലുതാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 2 ടീസ്പൂൺ ഉപ്പ്, 1.5 ടീസ്പൂൺ അളവിൽ വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ചേർത്ത് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉപ്പ് ചെറിയ സ്പൂണാണ്, ടീസ്പൂണാണ്. ഇനി ഇത് ഏകദേശം ഒരു 15 മിനിറ്റോളം മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കണം. മിക്സിയുടെ അരക്കുന്ന ജാറിലേക്ക് ഫ്രഷായിട്ട് ചിരണ്ടിയ തേങ്ങ 1 കപ്പ്, 3 ചെറിയുള്ളി, കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്തി വെച്ച അണ്ടിപ്പരിപ്പ് 8 എണ്ണം, 1/4 ടീസ്പൂൺ വലിയ ജീരകം. ഇതിലേക്കിനി 1/4 കപ്പ് മാത്രം വെള്ളം കൂടി ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ആദ്യം നന്നായിട്ട് അരച്ച് 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് അരച്ച് ഈ രീതിയിൽ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. തരിയൊന്നുമില്ലാതെ നല്ല ക്രീമി ആയിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്താൽ മാത്രമേ ചിക്കൻ കുറുമ പെർഫെക്റ്റായി കിട്ടുള്ളൂ. ഇനി ഒരു പ്രഷർ കുക്കർ ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് കുറുമയ്ക്ക് ഏറ്റവും ബെസ്റ്റ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 2 ഏലക്ക, 2 ഗ്രാമ്പു, 1 ഇഞ്ച് നീളത്തിലുള്ള കറുവപ്പട്ട ഇത്രയും ചേർത്ത് ഒരു 10 സെക്കൻഡ് മാത്രം മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് 5 പച്ചമുളക് നെടുകെ കീറിയതും 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി നന്നായിട്ട് ചതച്ചതും 4 വലിയ അല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചതും ചേർത്ത് ചെറിയ തീയിൽ 1 മിനിറ്റ് സമയം ഇളക്കി വേവിക്കുക. തീ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഇത് ബ്രൗൺ കളറാക്കരുത്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള സ്ലൈസ് ചെയ്തത് ചേർത്തിളക്കുക. ഉള്ളി പെട്ടെന്ന് കുക്കാകാൻ വേണ്ടി മാത്രം ഇതിലേക്ക് വളരെ കുറഞ്ഞ അളവിൽ ഉപ്പും കൂടി ചേർത്ത് മീഡിയം തീയിൽ വെച്ചിട്ട് ഇളക്കി വേവിക്കുക. ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പം അടിയിൽ പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. സവോള ബ്രൗൺ കളറാക്കരുത്, നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഇതിലേക്കിനി 1 അല്ലി കറിവേപ്പില കൂടി ചേർത്ത് വേവിക്കാം. സവോളയെല്ലാം നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഉള്ളിയുടെ കടിയെല്ലാം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം. ഫ്രഷായിട്ട് നന്നായിട്ട് പൊടിച്ച കുരുമുളക് 1.5 ടേബിൾ സ്പൂൺ. കുരുമുളക് ക്രഷ് ചെയ്ത് ചേർക്കരുത്, അതുപോലെ തന്നെ ഫ്രഷായിട്ട് പൊടിച്ചത് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. മല്ലിപ്പൊടി 2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ചേർത്ത് തീ വളരെ കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് സമയം ഈ മസാല നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം. തീ കൂട്ടി വെക്കരുത്, മസാല കരിഞ്ഞു പോവും. ഇതിലേക്കിനി ചിക്കൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മീഡിയം തീയിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് സമയം നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നാൽ മാത്രമേ ചിക്കനിലൊക്കെ ശരിക്കും മസാല പിടിക്കുകയുള്ളൂ. ഇനി തീ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കറിൻ്റെ വെയിറ്റ് ഇടാതെ 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. ഇടയ്ക്ക് ഒരു തവണ തുറന്ന് മിക്സ് ചെയ്യാൻ മറക്കരുത്. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ കുക്ക് ചെയ്യുമ്പോഴാണ് ചിക്കനിലൊക്കെ ശരിക്ക് മസാല പിടിക്കുക. ഇനി നമുക്ക് കറിയിലേക്ക് വേണ്ട ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. ഇത് 3/4 കപ്പുണ്ട്. വെള്ളം കൂടുതൽ ചേർക്കരുത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതിലേക്കിനി അല്പം പുളിയുള്ള ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിൽ വരുന്നവരെ വേവിക്കണം. ഇതിപ്പം 2 വിസിൽ വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രഷറൊക്കെ താനെ പോകുന്നവരെ വെയിറ്റ് ചെയ്യാം. വിസിൽ ഓപ്പൺ ചെയ്തിട്ട് എയർ ഒഴിവാക്കരുത്. പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് സമയം ഇത് നന്നായിട്ട് തിളപ്പിക്കണം. എന്നാലേ നമ്മൾ ചേർത്ത അരപ്പിൻ്റെ ഒക്കെ ആ റോ ഫ്ലേവർ മാറി കിട്ടുള്ളൂ. അവസാനമായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില ചോപ്പ് ചെയ്തതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം.
ഈ സമയത്ത് ഉപ്പും അതുപോലെ തന്നെ എരിവൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് എല്ലാം ഒന്ന് ബാലൻസ് ആയതിന് ശേഷം ചൂടോടുകൂടി സെർവ് ചെയ്യാം. നിങ്ങൾക്കിനി ഏതൊക്കെ റെസിപ്പികളാണ് ആവശ്യമുള്ളതെന്നുള്ളത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇതിലേക്ക് പറ്റിയ ഒരു കിടിലൻ തട്ടുകട സ്റ്റൈലുള്ള ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയാണിത്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാം. അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.